സെക്കൻഡ് നമ്മുടെ പുതിയൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേസ് ഇവിടുന്ന് കുറച്ച് പരിപാടീസ് ഉണ്ട് കേസ്. നമ്മള് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വരാം പിന്നെ വരാം. അതെ വൈബ് അടിച്ച് പോയിട്ട് പോയി ഫുഡൊക്കെ ഉണ്ടാക്കി. ഇന്നും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാണ്. വെള്ളം പറ്റി കേൾക്കുന്നുണ്ട്. വെള്ളം കേറത്തില്ലയോ അന്നേരം വരണം. അന്നേരം മീനെ കിട്ടുന്ന കാരണം ഇതൊക്കെ ഒരു ഗ്രാമീണം പോലെ നമുക്ക് നാടൻ ഫ്രൈ ഒക്കെ ചെയ്ത് ഒരു വൈബോടെ കൊണ്ടുവന്ന് കറി വെച്ചതിന്റെ സാധനങ്ങൾ കിടക്കുന്നു. അവശിഷ്ടം ഇതിവിടെ സ്ഥിരമാണ്. വൈബല്ലേ വേണ്ടത്. ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവർ ഇത്രയും പറഞ്ഞപ്പോയില്ല, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. അല്ലയോ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. മീനൊക്കെ ഒരുവിധം പരിവാക്കിട്ട് വരാം. പിന്നെ നോക്കോ ഒന്നും ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്പം ബ്ലോഗർ അവിടുത്തെ ഇല്ലെങ്കിൽ ഞാൻ ബ്ലോഗറാ. അവിടുന്ന് വെയിലടിക്കുന്നത് കൊല നോക്കണ്ട, നീ അല്ലാതെ നോക്കി എറി. ഞാൻ ഇങ്ങോട്ട് നമ്മളിനി മീൻ അവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ചക്ക സെറ്റാക്കാം. ചക്കയും കൂടെ കൂട്ടി മീൻ തിന്നാം. ഗൈസ് ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, ഒരു നാച്ചുറൽ ഇല്ലേ, പിന്നെ നാച്ചുറൽ ചക്കയും വയലും മീനും ഫുഡാണ്. ആ വ്ളോഗാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധികാരികമായിട്ട് ഒരു ചെറുക്കം വരെ എണ്ണ എടുക്കുന്നു, കൈ പരട്ടുന്നു. അതെ അതെ നമുക്കറിയാവുന്ന നമ്മൾ ചെയ്യും. അളയും വെട്ടളിയാ അത് നമ്മൾ ഉത്തരവാദില്ല. അത് എണ്ണ അടച്ചു എണ്ണയ്ക്ക് ഭയങ്കര വില കേട്ടോ. ചാക്കവൻ വെട്ടി കീറി. ഓ മൈ ഗോഡ് ചാത്തൻ. ഗൈസ് ഇവിടെ ചക്കയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ മീനിന്റെ പരിപാടി നടക്കണ്ട. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മീൻ കഴിവിട്ട് കിടന്ന് പിടക്കുന്നുണ്ടോടാ. അതാ ഫ്രഷ് മീൻ പരിപാടി നമുക്കുള്ളൂ. ഇല്ലേ പിന്നെ നമ്മള് ഫ്രഷ് ഉള്ള സാധനം. അതെ അതെ അല്ലാതെ ഫ്രിഡ്ജിലും കൊണ്ടത്തിലൊക്കെ കൊണ്ടുവെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെന്തിനാ നമ്മളല്ല ഫ്രഷ് സാധനം വെച്ച് സാധനം ചെയ്യത്തുള്ളൂ. നല്ല കൊഴുപ്പാടാ. വെള്ളമൊക്കെ നമ്മുടെ ഇത് കറിക്കുള്ള സാധനം സെറ്റ് ചെയ്ത് ചെയ്യുന്നു. ഇത് വറുക്കാനുള്ള സാധനം സെറ്റ് ചെയ്ത് ചെയ്യുന്നു. ഇതെന്താ കത്തുസതിനകത്ത് ഇട്ടത്? എന്ത് കുരുമുളക്, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇത്രയും ചതച്ചാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് രണ്ടും ആ മസാല തന്നെ ഇല്ലേ? അത് തന്നെ. കറിക്കകത്ത് നമ്മൾ ഇത്തിരി കുരുമുളക് ഇടുന്നുണ്ട്. നമുക്ക് വേണ്ടത് മുളക് പൊടി ഇച്ചിരി വേണം കളറിന്. ഫ്രൈ ഒക്കെ ചെയ്യാം. നമുക്ക് ഇത്തിരി മുളക് പൊടി ഇടാം. നമ്മുടെ കുക്കർ ആവശ്യത്തിന് മതി, തോനെ വേണ്ട. കാശ്മീരാന്ന് കറിക്ക് നമുക്ക് ഇത്തിരി തോനെ ഇടാം, കുഴപ്പമില്ല. കറിക്ക് കുറച്ച് എരി വേണം. നല്ലത് മതി കേട്ടോ. ഓക്കെ മഞ്ഞപ്പൊടി കറിക്കകത്ത് മഞ്ഞപ്പൊടി ഇട്ടില്ല. ഇത് ആർക്കും വെച്ചേക്കോളെ. ഇത് വേറെ അല്ലെ അത് വറക്കാനുള്ളേ അടുത്ത ചട്ടിക്കകത്ത് വെക്കാനുള്ളതാണ്. മഞ്ഞപ്പൊടി ആവശ്യത്തിന് മതി. ബസ് ഇത്രയും മതി. ഇതിനകത്ത് പരട്ടാനുള്ള ഇച്ചിരി ശകലം വെള്ളം, ഇത് കുഴയ്ക്കാൻ വേണ്ടി മാത്രം കേട്ടോ. വറുത്ത മീനി തേക്കാനുള്ള സാധനം മാത്രം ഉണ്ടാക്കാൻ കുറച്ചുകൂടെ വെള്ളം വേണ്ടേ? വേണ്ട, ഇത്രയും മതി. മതിയാ? നമുക്ക് ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് എന്ത് ഈ വെള്ളം വേണ്ട, നമുക്കിത് എന്ത് കളിയാ ഇപ്പം പോയപ്പോ മേടിച്ചാ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നല്ല മിക്സിങ്, നല്ല പക്ക രീതിയിൽ മുളകിനകത്തെല്ലാം പിടിക്കണം, മീനിനകത്തെല്ലാം പിടിക്കണം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കാം. മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പിടിക്കണ്ടേ. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി സെറ്റ് ചെയ്യാം അല്ലേ? നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം. അതെ, മസാല കളയണ്ട, നമുക്ക് കൈ തന്നെ അതിനകത്ത് തന്നെ വെച്ച് സെറ്റ് ചെയ്യാം. അതിനകത്ത് മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഈ കളർ വേണം. നമ്മൾ വലിമീൻ വെക്കുമ്പോഴത്തേന് മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും, വലിമീൻ്റെ ടേസ്റ്റ് പോവും. ഓക്കെ, ഇത് കറിക്കുള്ള സാധനം സെറ്റ്, ഇത് വറുക്കാനുള്ള സാധനം സെറ്റ്. ഇനി വേവാറാകുമ്പോഴത്തേക്ക് പിന്നെ ഗൈസ് നമ്മുടെ ചക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതവിടെ കറി.
ഇത് വറക്കാനില്ലേ ഇത് വറക്കാൻ. ഇത് വറക്കാൻ കൈസ്. ഇതേ സമയം കറി കൊണ്ട് അവിടെ സെറ്റായിട്ടുണ്ട്. തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കറി. നൈസ്. എണ്ണ അങ്ങോട്ട് ചൂടാകുന്ന സമയത്ത് കരിയാപ്പിലൊക്കെ അങ്ങോട്ട് പറക്കി അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടണം. നെക്സ്റ്റ് കറിവേപ്പില കഴിഞ്ഞില്ലേ? ഇല്ല. ഇനി നമുക്ക് കൈസ് ഇനിയാണ് കൈസ് നമ്മുടെ മെയിൻ മീൻ. എണ്ണ അങ്ങോട്ട് തിളക്കിട്ടുണ്ടല്ലോ. യാ പൊട്ടി വരട്ടെ അങ്ങോട്ട്. ഇത് മാറ്റി. നമ്മുടെ കറി അവിടെ നല്ല രീതിയിൽ അങ്ങോട്ട് തിളച്ച് നല്ല ചോമ അങ്ങോട്ട് ആയിരിക്കും. കണ്ട കൈസ് നല്ല കിട്ടിലായിട്ട് നല്ല കണക്ക് തിളച്ചു തുടങ്ങി. നൈസ്. നമ്മളെ ഗ്രാമത്തിലൊക്കെ എങ്ങനെയാ വെക്കുന്നത് ഒരു നാടൻ. അതിന്റെ തൊലി വരെ. നൈസ്. ഇനി നമുക്ക് ഓരോ മീൻ അങ്ങോട്ട് എടുത്ത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് നേരെ മുതുക്ക് മീൻ വറുപ്പ്. നമ്മള് ചെറിയതായിട്ട് കട്ട് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ഒന്ന് വരിഞ്ഞ് ആ ലെവലില് സെറ്റായിട്ട് നല്ല മുതുക്ക് നല്ല മൂന്ന് വരാല്. പിന്നെ ഇതിന്റെ പേര് നമുക്ക് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പേര് പറയുന്നത് നമുക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന കൈതക്കോര എന്നാണ് പറയുന്നത്. നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി. നല്ല കുറുകിയിരിക്കുന്ന മീൻകറി. നൈസ്. അതെ ഒരു ഇത്തിരി കൈ ടേസ്റ്റ്. പഴംപൊരി നല്ല കോമ്പിനേഷൻ. പഴംപൊരിയും ഞാൻ പഴംപൊരി മീൻ കറിക്കകത്ത് തൊട്ടാ തിന്നുന്നത് എന്നെ കാണിക്കൂടെ. വയൽ മീനും പഴംപൊരി അങ്ങനെ ഉണ്ടോ? അതൊന്ന് കാണിക്കൂ. അളിയനും കൂടെ കൊടുക്കും. പഴംപൊരിയും വയൽ മീനും ഇല്ലേ? അത് കാണിക്കൂ. അടിപൊളി പഴംപൊരി ഇതല്ലേ കറിയുണ്ട്. സൂപ്പർ. ഞാനെങ്ങും വിടല്ലേ. ചക്കയിനെ കറി വേണം. അയ്യോ അയ്യോ ആ ഒരു കുളമൊന്നും ഇടിക്കല. ആ ഒരു സൈസ് അടിക്കാം. അങ്ങനെയോ? അടിപൊളിയല്ലേ? ബീഫും പഴംപൊരി കോമ്പിനേഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ കാലം കഴിഞ്ഞ് ഇനി വയലുമീനും നല്ല പഴംപൊരി നാടൻ വരാല് കറി. ആ ഒരു കോമ്പിനേഷൻ വേറെ. പഴംപൊരിയും വരാല് കറി. അതെന്റെ ഭാഷ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ കുറഞ്ഞിട്ട് പഴംപൊരിയും കോമ്പിനേഷൻ തകർത്ത് നടന്നുകൊണ്ടിരിക്കണം. തെറ്റായിരുന്നു സത്യം. പക്ഷെ ഇത് കഴിച്ചപ്പോ എനിക്കൊരു ചക്കയുടെ ഫ്ലേവർ വരുന്നു കേട്ടോ. ഇല്ലേ ചക്കയുടെ ഫ്ലേവർ ഒന്നില്ലേ? സത്യം. ആ നൈസ്. ആ മീനിന്റെ ടേസ്റ്റാ. മുളകുപൊടി, മഞ്ഞപ്പൊടി, എനിക്ക് ചെറിയ പക്ഷേ ഇത് പൊളിയാ. സാധനം പൊളിയില്ലേ? ഇത് പൊളിയാ. അണ്ണന്റെ പ്രിപ്പറേഷൻ അടിപൊളിയാ. ഈ വേവാവൂ, തോനെ വേവരുത്, മുരിഞ്ഞു വരും. കൈസ് നമ്മുടെ ചക്ക ഇവിടെ സെറ്റ്. മതി അത്ര മതി. കൈസ് ഇവിടെ മീൻ വറുത്ത് ഇരിപ്പുണ്ട്, ഇവിടെ മീൻ കറി ഇരിപ്പുണ്ട്. സാധനം സെറ്റ്. അതിന്റെ ആദ്യത്തെ ചക്ക പുഴുങ്ങിയത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? അടിപൊളി. കിട്ടില്ലോ. മാങ്ങയും ആ ചാറും ചക്കയും ആ ഒരു വൈബ് വേറെയാ. പച്ചമാങ്ങ മീൻകറി സൂപ്പർ സാധനം. അത് മാത്രമല്ല വരാല് കറിയും മറ്റേ ഈ ഫ്രൈയും ചക്കപ്പഴുക്കും. ഞാൻ പത്തനംതിട്ടക്കാരല്ല, എന്നാലും പറഞ്ഞാലും പറ്റത്തില്ല. മറ്റേ ഇത് വൈബും കൂടെ വേറെ ലെവല്. വന്നിട്ട് ഈ ഒരു വൈബ് കിട്ടുന്ന അത്രേ ഉള്ളു. പൊന്നെ പൊളിയാ. ചക്ക മാത്രം തിന്നൊരു ചക്കക്കുരു കൂടെ പൊളിച്ചിടണം. നല്ല വെന്ത സാധനം. പക്ഷെ ചക്കക്കുരു കഴിയും കുറച്ച് സമയം എടുക്കും. തൊലിച്ചിളക്കണേ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. സമയം എടുക്കുന്നേ. അപ്പൊ ഇതാണ് ഇല്ലടാ ഇപ്പോഴത്തെ അവസ്ഥ. ചെറുക്കം പൊളിയാ. അതെ നമ്മളെ പൊടിയന് പൊളിയെന്ന് പറഞ്ഞാ എന്താണ്ട് ഇതാ പൊടിയാ. ഇനി ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. ടാറ്റ ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗ്രാമീണമായിട്ട് നമ്മള് എന്താ കാഷ്വലി ചെയ്യുന്ന രീതിയിൽ വയൽ മീനൊക്കെ പിടിച്ച് മാമൻ നമ്മളെ വിളിച്ച്, അതെ വെറുതെ അവിടെ കുത്തിയിരുന്ന് നമ്മളെ വിളിച്ചു വരുത്തി മീനൊക്കെ റെഡിയാക്കി തന്ന് എല്ലാം കറി വെച്ചെല്ലാം സെറ്റാക്കി തന്നിട്ട് സക്തയായിട്ട മെയിൻ കുക്ക്.
എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി ഇത്ര നല്ലൊരു ചക്ക food. പൊളിച്ച ഞാനുണ്ടേ. ആ, ഉണ്ട്. എല്ലാവരും കുറച്ച് മാങ്ങ ഇട്ടുണ്ട്, ബാക്കി മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അതെ. അയാള് ഇനിയിപ്പോ ഞാൻ അടിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ല എനിക്ക്. ഇങ്ങനെ കൊണ്ട് തുടങ്ങിയത് ഗൈസ്, അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ ഒരു ചെറിയ ഫാമിലി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു. ഇവിടെ വെച്ച് ഇന്ന് വരാല് കറിയും മറ്റേ നമ്മുടെ ചക്കപ്പഴുക്കും അളിയൻ പറ, അളിയൻ ഞാൻ കഴിക്കാതിരുന്നത് പത്തനംതിട്ടാന്ന് വന്നിട്ട് ഇന്ന് കഴിച്ചതാ. വൈബ് മൂടെന്ന് പറഞ്ഞ എന്റെ പൊന്നെ ഇന്നേ വരെ ജീവിതത്തിൽ കഴിക്കാത്ത ഇന്ന് കഴിച്ചേ. ഞാൻ പത്തനംതിട്ട അത്ര happy. കഴിച്ചേ അത് മതി. ഹാപ്പി നമുക്ക് അത്ര മതി. നമ്മൾ ഇവിടെ ഇത്ര പേര് കൂട്ടത്തിൽ നിൽക്കുന്നത് ഇവിടെ അളിയനത് പറഞ്ഞാൽ മതി. കഴിച്ചത് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുവോ ഓക്കെ, എല്ലാവർക്കും ടാറ്റ. ടാറ്റ ഗൈസ്. അപ്പം അടുത്ത വ്ളോഗിൽ നാളെ വീണ്ടും മുതല് കാണാം. ടാറ്റ. എന്നെ ശല്യപ്പെടുത്തരുന്ന് പറയണം. മാവനെ മീൻ പിടിച്ചേരണമെന്ന് പറഞ്ഞോണ്ട് മാമനായി മാവന പിടിച്ച വരാമന പിടിച്ച മാമന ഒന്ന് രണ്ടോ ചങ്കക്കുളവാ ഞാൻ കാണിച്ചില്ല. ഞാൻ ഒന്നുകൂടെ ഫോട്ടോ കാണിച്ചിട്ട് ഇത്രയും ഇങ്ങോട്ടൊക്കെ തങ്കക്കുട ഇത് തങ്കക്കുട ഈ മാമന വരാല് മൊത്തം പിടിച്ച് മഴ പെയ്യായിരുന്നാ മഴ മീൻ പിടിച്ചോണ്ട് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇത്ര ഈ സ്നേഹം എപ്പോഴും കാണും. ആര് വന്നാലും കാണും. ഇനി ആര് വന്നാലും ഗൈസ്. അപ്പൊ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയുള്ള ഗൈസ്. അടുത്ത ദിവസം വേറെ കിടിലൻ വ്ളോഗിൽ കാണാം. ടാറ്റ. ഓക്കെ, ബൈ ബൈ എല്ലാവർക്കും. ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കാം. അതെ, പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഒരു ചാൻസ് കിട്ടത്തില്ല. എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുമ്പോ നമ്മൾ എല്ലാരും കൂടെ വരും ഗൈസ്. അതാണ് കിട്ടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വൈബായിട്ട് കാണാം. ഓക്കെ ഓക്കെ. പിന്നെ ഇന്ന് ഓണാക്കിയതാണ്ട് ഈ പുള്ളിയാ. അതെ, അതെ. മാവനായോണ്ട് നമ്മൾ ഇത്ര വൈബായി. ഓണാക്കി വെട്ടിയാ നമ്മളെ. വാ. ടാറ്റ. അപ്പൊ ഗൈസ് ടാറ്റ.